പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗമരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വരുവനാകുന്ന കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള പഠന വിഷയത്തിൽ നമ്മുടെ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയുണ്ടായി. വിശ്വാസത്തിലുള്ള കൂട്ടായ്മ, കഷ്ടാനുഭവങ്ങളിലുള്ള കൂട്ടായ്മ, അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചെല്ലാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിക്കുവാനിടയായി. ഇന്ന് കൂട്ടായ്മ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 6-ാമത്തെ അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലപ്പണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനും ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, അവിശ്വാസികളോട് ഇണയില്ലപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു കൂട്ടായ്മ. അതായത് നീതിയുടെ പ്രവർത്തനത്തിന്, ദൈവത്തിൻ്റെതായ നീതിയുടെ വഴികൾക്കും, അതുപോലെ തന്നെ അധർമ്മത്തിനും. അപ്പോൾ നീതീകരണം പ്രാപിച്ചവർ നീതിപ്രവർത്തികൾ ചെയ്യും, എന്നാൽ അധർമ്മത്തിൽ ജീവിക്കുന്നവർ അധർമ്മം പ്രവർത്തിക്കും. അങ്ങനെ അധർമ്മം പ്രവർത്തിക്കുന്ന വ്യക്തികൾ അധർമ്മത്തോടും നീതിയുടെ പ്രവർത്തികൾക്കും തമ്മിൽ യാതൊരു വിധമായ ചേർച്ചയോ കൂട്ടായ്മയില്ല. വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. അതുപോലെ തന്നെ വെളിച്ചമായ ദൈവമക്കൾ ഇരുളിനോട് കൂട്ടായ്മ ഉള്ളവർ അല്ല. അപ്പോൾ നമുക്ക് അധർമ്മത്തോട് കൂട്ടായ്മ പാടില്ല, ഇരുട്ടിൻ്റെ പ്രവൃത്തികളോട് കൂട്ടായ്മ പാടില്ല. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം. ക്രിസ്തു, നമ്മെ വിളിച്ചവൻ ക്രിസ്തുവാണ്. ബലിയാൽ എന്ന അർത്ഥത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പം ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. പിന്നീട് പറയാൻ ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. അപ്പോൾ അധർമ്മത്തുമായിട്ട് കൂട്ടായ്മ പാടില്ല, ഇരുളിൻ്റെ പ്രവൃത്തികളുമായിട്ട് കൂട്ടായ്മ പാടില്ല, വിഗ്രഹങ്ങളോട് കൂട്ടായ്മ പാടില്ല എന്നൊക്കെ ദൈവവചനം അനുശ്വാസിക്കുകയാണ്. ഇവിടെ ഒന്നാമതായി ഇരുളിനോട് നമുക്ക് കൂട്ടായ്മ അരുത് എന്ന് കാണുന്നു. അതിന് കാരണം നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. റോമർക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കും. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് പറയുകയാണ്. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. നമ്മുടെ ഇരുട്ടിൻ്റെതായ പ്രവൃത്തികളെല്ലാം വെച്ച് കളഞ്ഞിട്ട് നമ്മൾ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക. നമുക്കറിയാം, ആൾക്കാരെല്ലാം പകൽ സമയത്ത് മര്യാദയായി നടക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാരൊരു കാര്യം പറയാറുള്ളത്, അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ അറിയാം എത്ര പേർ മര്യാദയായി നടക്കുന്നു എന്ന് അറിയാം. അപ്പം പകൽ മാന്യന്മാരായിരിക്കുന്ന അനേകർ നമ്മുടെ ലോകത്തിലുണ്ട്. എന്നാൽ ഒരു ദൈവവൈദ്യനോട് പറയുകയാണ്, നീ പകൽ സമയത്ത് എങ്ങനെയാണോ മര്യാദയായി നടക്കുന്നത്, അതുപോലെ തന്നെ രാത്രി സമയത്ത് മര്യാദയായി നടക്കാനായിട്ട് പറയും.
വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, സേനമോഹങ്ങളിലുമല്ല, ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികളോട് കൂട്ടായ്മ അരുത്. ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികളോട് കൂട്ടായ്മ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. മാത്രമല്ല യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവാനായിട്ട് പറയുകയാണ്. അതുകൊണ്ട് നാം രാത്രി കഴിയാറായിരിക്കുന്ന ഈ ലോകത്തിലെ രാത്രിയാകുന്ന അല്ലെങ്കിൽ പാപത്തിന്റെ പ്രവൃത്തികൾ, ഇരുട്ടിന്റെ അധികാരത്തിന്റെ ശക്തികൾ, അവയുടേതായ പ്രവർത്തനങ്ങൾ കഴിയാറായിരിക്കുകയാണ്. ഹല്ലേലൂയ. നീതി സൂര്യനാകുന്ന കർത്താവ് വാനമേഘത്തിലുടനെ ഉദിക്കുവാനായിട്ട് പോവുകയാണ്. ആ നീതി സൂര്യനാകുന്ന കർത്താവ് വരുമ്പോൾ ലോകം വെളിച്ചത്തിലേക്ക് പൂർണ്ണമായി മാറുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് രാത്രി കഴിവാറായി പകൽ ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇരുളിനോട് കൂട്ടുകൂടി നടക്കരുത്. അടുത്ത എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ ഈ 8-ാമത്തെ വാക്യം വായിക്കുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം. എന്തുകൊണ്ട് നമ്മൾ ഇരുളിനോട് കൂട്ടായ്മ അരുത് എന്ന് പറയുന്നതിൻ്റെ 2-ാമത്തെ കാരണം, ഒന്ന്, രാത്രി കഴിവാറായി പകലേറ്റവും അടുത്തിരിക്കുന്നു. 2-ാമതായി, മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നമ്മൾ നടന്നവരായിരുന്നു. അപ്പം മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ കർത്താവിൽ വെളിച്ചം ആകുന്നു. അങ്ങനെ വെളിച്ചമായി തീർന്നവർ എന്ത് ചെയ്യണം? കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാണെന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം കർത്താവിന് പ്രസാദകരമാണോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് നമ്മൾ സ്വയം പരിശോധിച്ചുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, പ്രസാദമായി എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. അങ്ങനെ നമ്മൾ തന്നെ പരിശോധിക്കണം. മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന് പ്രസാദമായ പ്രവൃത്തികൾ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. എന്താണ് വെളിച്ചം? സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ വെളിച്ചത്തിന്റെ ഫലം എന്താണ്? അവിടെ പറയുന്നത് സൽഗുണം, നല്ല ഗുണങ്ങൾ. അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഇതാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അപ്പോൾ കർത്താവിൻ്റെ സൽഗുണങ്ങൾ, കർത്താവിന് എന്തെല്ലാം സൽഗുണങ്ങളുണ്ടായിരുന്നു. കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, കർത്താവിനെ ഉപദ്രവിച്ചവരോട് കർത്താവ് ക്ഷമിച്ചു, അല്ലേ? അനേക രോഗികളെ സൗഖ്യമാക്കിയ, വിശന്നവർക്ക് ആഹാരം കൊടുത്ത, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗിയെ തൊട്ട് സുഖമാക്കിയ ആ കർത്താവിൻ്റെ പരിപാവനമാകുന്ന കരങ്ങളിൽ മനുഷ്യൻ ദയയില്ലാതെ ആണി അടിച്ച് ക്രൂശിന്മേൽ തറച്ചു. അനേകരോട് സത്യസുവിശേഷം അറിയിക്കുവാൻ ഓടിയ കാലുകൾ, ഗദരദേശത്തെ ഭൂതഗ്രസ്തരെ തേടി അവൻ്റെ അടുക്കലേക്ക് ചെന്ന യേശുവിൻ്റെ കാലുകളിലേക്ക്, മരിച്ച ലാസറിൻ്റെ വീട്ടിലേക്ക് നടന്നു എന്ന്, അവൻ്റെ കല്ലറക്കൽ നടന്നു എന്ന് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചതിനായ ആ യേശുവിൻ്റെ പരിപാവനമായ കാലുകളിലേക്ക് കാരിരുമ്പാണികൾ മനുഷ്യൻ തറച്ചു കയറ്റി. അപ്പോഴും ക്രൂശിൽ കിടക്കുമ്പോഴും, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ കർത്താവിൻ്റെ ദീർഘക്ഷമയുടെ സൽഗുണങ്ങൾ, മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട കുഷ്ഠരോഗികളെ തൊട്ട് സുഖമാക്കുവാൻ അവർ അടുക്കലേക്ക് ചെന്ന കർത്താവിൻ്റെ ആ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി
തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും. അപ്പോൾ അവിടെ പറയുകയാണ് സകല സദ്ഗുണവും നീതിയും, അടുത്ത് പറയുകയാണ് സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്പ്രവർത്തികൾക്ക് കൂട്ടാളികൾ ആകരുത്. അവിടെയും പറയുകയാണ് ഇരുളിനോട് കൂട്ടായ്മയരുത്. ഇരുളിൻ്റെ നിഷ്പ്രവർത്തികൾക്ക് കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവിടെ എഫെസോസിലുള്ള വിശ്വാസികൾ അങ്ങനെയുള്ള നിഷ്ഫല പ്രവർത്തികൾ ചെയ്യുവാൻ നമ്മുടെ മനസ്സിലേക്ക് സാത്താൻ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ അവിടെ പറയുകയാണ് അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. പിന്നെ പറയാണ് അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. അപ്പോൾ നമ്മൾ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ ശാസിച്ചാൽ നമുക്ക് വെളിച്ചത്തെക്കുറിച്ചുള്ള ഒരു ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവ്. പിന്നീടും പറയണം, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പൊ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളായാൽ അവനെ നോക്കി പിന്നെ കർത്താവ് പറയും, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഈ വാക്യം ചിന്തിക്കുമ്പോൾ ഒരു കോമഡി ചിലപ്പോൾ തോന്നാം. കാരണം എന്താ, അവനോട് പറയാണ് ഉറങ്ങുന്നവനെ, അവൻ ഉറങ്ങുക. എവിടെ ഉറങ്ങുന്നത്? മരിച്ചവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ മോർച്ചറിൽ പോയി ഉറങ്ങുന്ന അനുഭവമാണ്. അതായത് വെളിച്ചമായവൻ ഇരുളിൻ്റെ പ്രവൃത്തി ചെയ്തിരിക്കുകയാണെങ്കിൽ, ഇരുളിനോട് കൂട്ടായ്മ ഉള്ളവനാണെങ്കിൽ അവനെക്കുറിച്ച് കർത്താവ് പറയുക, അവൻ ഉറങ്ങുക. എവിടെയാ? മോർച്ചറിൽ പോയി ഉറങ്ങുക. അവൻ്റെ ഗതികേട് നോക്കിക്കൊള്ളണം. ചുറ്റിന് ശവങ്ങൾ കിടക്കുക, അതിൻ്റെ ഇടയിൽ ഇവൻ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. ഇനി അഥവാ ആരെങ്കിലും വരുമ്പോൾ ഈ ഉറങ്ങുന്നവൻ എഴുന്നേറ്റിരുന്നെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മോർച്ചറിയിൽ ശവങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുത്തൻ ജീവനോടെ ഇങ്ങനെ എഴുന്നേറ്റ് വരും. ആരെങ്കിലും മോർച്ചറി ചെന്നാൽ തന്നെ അവനും പേടിച്ച് നിലവിളിച്ച് ഓടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ മോർച്ചറിൽ പോയി കിടന്നുറങ്ങിയാലുള്ള അവസ്ഥ. അതിനോടാണ് കർത്താവ് ഈ ഇരുളിൽ വെളിച്ചമായവൻ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളോട് കൂട്ടായ്മയുള്ളവനായി തീർന്ന് ജീവിക്കുകയാണെങ്കിൽ അവനോട് പറയുകയാണ്, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. അങ്ങനെ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അപ്പൊ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ ഒന്ന് മോർച്ചറിയിൽ കിടന്നുറങ്ങുന്ന അനുഭവത്തിൽ നിന്ന് നീ ഒന്ന് എഴുന്നേറ്റ് വരിക എന്ന് പറയുകയാണ്. കാരണം ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ കൂട്ടായ്മയില്ല. ഇരുള് വെളിച്ചമായിരുന്ന ഇരുളിനോട് കൂട്ടായ്മ കൂടുന്നെങ്കിൽ അവൻ മരിച്ചവരുടെ ഇടയിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യനെ പോലെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കട്ടെ. സ്തോത്രം. ഒന്നാമതായി അടുത്ത 1 തെസ്സലോനിക്കർ 5:5 കൂടെ വായിക്കാം. 1 തെസ്സലോനിക്കർ 5:5. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. അവിടെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് നിങ്ങളെല്ലാവരും ആരാണ്? വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. നമ്മളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമുക്കൊരു ബോധം വേണം. നമ്മൾ നിങ്ങളെല്ലാം വെളിച്ചത്തിൻ്റെ പകലിൻ്റെ മക്കളുമാണ്. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന സുബോധമായിരിക്കുക. വെളിച്ചത്തിൻ്റെ മക്കളോട് പറയാണ്, ഉണർന്ന സുബോധമായി. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. അപ്പൊ ഇരുട്ടിന്റെ പ്രവൃത്തികൾ അവിടെ പറയുകയാണ്. മദ്യപിക്കുന്നവർ രാത്രി മദ്യം. നാമോ പകലിനുള്ളവരാകയാൽ, പകലിനുള്ളവരാകയാൽ നമുക്കത് വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. നാമ പകലിനുള്ളവരായി വിശ്വാസവും സ്നേഹവും. ഇപ്പൊ വിശ്വാസം വേണം, സ്നേഹം വേണം. സ്നേഹമെന്ന കവചവും സ്ഥിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ ധരിക്കുന്നവരായി നമ്മൾ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇരുളിനോട് കൂട്ടായ്മ അരുത്. ഇനി ആരാണ് യഥാർത്ഥത്തിൽ ഇരുട്ടിൽ വസിക്കുന്നതെന്ന് നമുക്ക് 1 യോഹന്നാൻ 2:11 കൂടെ ചിന്തിക്കാം. 1 യോഹന്നാൻ 2:11.
സഹോദരനെ പയക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കാൻ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ്, സഹോദരനെ പയക്കുന്നവനോ. ആരാണ് സഹോദരൻ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അല്ലെ കർത്താവിനാൽ വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെ ആ സഹോദരനെ പയക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു. അപ്പോൾ സഹോദരനെ പയക്കുന്ന സ്വഭാവമായിട്ട് ആ സ്വഭാവമാകുന്ന ഇരുളിനോട് യാതൊരു വിധമായ കൂട്ടായ്മയും ഒരു ദൈവവൈതന് പാടില്ല എന്ന് പറയും. പയക്കുന്നവനൊക്കെ ഇന്ന് ഇവിടെ ഇരുട്ടില്ല. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. എന്നാൽ ആരെല്ലാമാണോ സഹോദരനെ സ്നേഹിക്കുന്നത് അവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വെളിച്ചമായിരിക്കും. ഇരുളിൻ്റെ ദുഷ്ഫല പ്രവൃത്തികളോട് കൂട്ടായ്മയായിരിക്കും. അടുത്ത് പിന്നെ പറയുന്നത് ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. വിഗ്രഹങ്ങളുടെ സ്വഭാവം എന്താണ്? കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, പല കാര്യങ്ങൾ കാണാതെ കണ്ണു അടച്ച് ഇങ്ങനെ. വിഗ്രഹത്തിൻ്റെ അടുത്തൊരു സ്വഭാവമാണ് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. ചിലതുണ്ട് ജീവനുണ്ടെങ്കിലും വിഗ്രഹത്തെ പോലെ ആയിരിക്കുന്നവർ, വായുണ്ടെങ്കിലും സംസാരിക്കുന്നു, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നു, ഇങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആലയമാകുന്ന നാം വിഗ്രഹത്തെ പോലെ ആയിത്തീരും. അനേകർ ദൈവത്തിന്റെ ആലയമായി മാറിയിട്ട് അവർ വിഗ്രഹമായി മാറിയിരിക്കുന്ന ഒരു സംഗതി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സത്യം സംസാരിക്കുന്നവരും സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരുമായിരിക്കും. ഹല്ലേലൂയ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. അനേകർ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായി ഇരുന്നിട്ട് വിഗ്രഹത്തിൻ്റെ സ്വഭാവമുള്ളവരായി ഇന്ന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ വെച്ച് തിരിഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം നാമാണ്. നമുക്ക് വിഗ്രഹങ്ങളോട് യോഗ്യത ഇല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം വിഗ്രഹങ്ങളോട് യോജിക്കാൻ പാടില്ല, ഇരുളിനോട് യോജിക്കാൻ പാടില്ല, നീ അധർമ്മത്തിനോട് യോജിക്കുവാൻ പാടില്ല. മറിച്ച് നീതിയുള്ളവരായി വെളിച്ചമുള്ളവരായി ദൈവത്തിൻ്റെ ആലയമായി ഞാൻ നിങ്ങളും മാറിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ആഴ്ചകളിൽ അടുത്ത വിഷയവുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നതാണ്. ദൈവമായ കർത്താവ് ഇന്ന് രാത്രികാലം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നും നിത്യനും നീതിമാനുമായ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാല കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ കർത്താവെ എന്തിൽ കൂട്ടായ്മ പാടില്ല എന്നുള്ള കാര്യം കർത്താവ് ഞങ്ങളുടെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. ഞങ്ങൾ വെളിച്ചമുള്ളവരായി, ഞങ്ങൾ കർത്താവ് നീതിയുള്ളവരായി, ദൈവത്തിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരം നീട്ടി ഇവിടെ മാനിക്കുന്നതേക്ക് സ്തുതിക്കുന്നു. ആരോഗ്യ രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ ഹല്ലേലൂയ, ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ വിട്ടുമാറുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുമാറാകട്ടെ. നാഥൻ വളരെ മാനിച്ചനുഗ്രഹിക്കുന്നതേക്ക് സ്തുതി സകലത്തിൽ അനുഗ്രഹിച്ചായിട്ട് അത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.